പ്രാണനിൽ ഭാഗം 22. കരഞ്ഞു തളർന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സൂര്യ എഴുന്നേൽക്കാൻ വൈകിയിരുന്നു. പക്ഷെ ആ ദിവസം ഒന്നിനും അവൾക്ക് മൂടുണ്ടായിരുന്നില്ല. എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ എടുത്ത് അവൾ അജുവിൻ്റെ കോളോ മെസ്സേജോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ ഒന്നും വന്നില്ല എന്ന് കണ്ടതും അവളുടെ സങ്കടം ഇരട്ടിച്ചു. എന്നെ ഇപ്പോൾ വേണ്ടാതായി അല്ലേ? പക്ഷേ എനിക്ക് അന്നും ഇന്നും ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ താലിക്ക് മുന്നിലല്ലാതെ സൂര്യ വേറെ ആരുടെ മുന്നിലും കഴുത്ത് നീട്ടില്ല. കാണാൻ വരുന്നവരൊക്കെയും വന്നോട്ടെ, കണ്ടോട്ടെ, ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ വേഗം വാഷ്റൂമിൽ പോയി. ഇതേ സമയം അമരാവതിയിൽ തിരിച്ചെത്തിയ സുധാകരനോടും ജയന്തിയോടും കാര്യം പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വ്യാസും മീനൂട്ടിയും പാറുവും. സൂര്യയുടെ വിവാഹം ഉറപ്പിച്ചു എന്നതിനേക്കാൾ അവർ ഇരുവരും ഷോക്കായത് വരൻ അജു ആണെന്ന് കേട്ടത് കൊണ്ടാണ്. ആദ്യമൊന്നും വിശ്വസിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് അവർ ഇന്നലെ തന്നെ അജുവിനെ വിളിച്ച് സത്യം അറിഞ്ഞു. അവന് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു. അമ്മേ, നമ്മൾ എന്തിനാ പോനെ? പാറുവിൻ്റെ മടിയിലിരുന്ന് ചോക്ലേറ്റും കഴിച്ചുകൊണ്ടായിരുന്നു മീനൂട്ടിയുടെ ചോദ്യം. നമ്മൾ അമ്മയുടെ വീട്ടിൽ പോകുക. അവിടെ അമ്മയുടെ ചേച്ചിയുടെ കല്യാണമാണ്. പാറു സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ കേട്ടുനിന്ന മീനൂട്ടിയും അവളെ സന്തോഷത്തോടെ നോക്കി ചിരിച്ചു. ഓ, എന്താ അമ്മയുടെ മോളുടെയും സന്തോഷം. ഇവിടെ അച്ഛൻ എന്നൊരാൾ ഉണ്ട് എന്ന് ഒരു ബോധവുമില്ല. എന്തൊക്കെയോ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന മോളെയും പാറുവിനെയും നോക്കി വ്യാസ് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറയെ പരിഭവമായിരുന്നു. അത്തക്ക് തീരെ കുശുമ്പില്ല അല്ലേ അമ്മേ? വ്യാസിൻ്റെ വീർത്ത കവിളിൽ ഏന്തി വലിഞ്ഞു കൊണ്ട് ചുംബിച്ച് മീനൂട്ടി പറഞ്ഞപ്പോൾ പാറു അവളെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. ഇപ്പോൾ നീ ചിരിച്ചോ മോളെ, രാത്രി ആവട്ടെ എൻ്റെ ശ്രീമോളെ, നിനക്കുള്ളത് ഞാൻ അപ്പോൾ തരാം. വ്യാസ് ആത്മ. ഓ, ഇങ്ങ് വന്നാലും മതി, ഇനി നിങ്ങളുടെ മുന്നിൽ പോലും ഞാൻ നിൽക്കില്ല. പാറു ആത്മ. അങ്ങനെ അവർ ലക്ഷ്മി ഭവനത്തിൽ എത്തിയപ്പോൾ തന്നെ ഡോർ തുറന്ന് മോളെയും കൊണ്ട് പാറു അകത്തേക്ക് ഓടിയിരുന്നു. അത് കണ്ടപ്പോൾ വ്യാസും അവർക്ക് പിറകിൽ പല്ല് കടിച്ചുകൊണ്ട് ചെന്നു. സൂര്യേച്ചി. ഫ്രഷായി ബെഡിലിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു സൂര്യ. പെടുന്നനെ പാറുവിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് മോളെയും എടുത്ത് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വരുന്ന പാറുവിനെയാണ്. പാറുവിനെ കണ്ടപ്പോൾ സൂര്യയ്ക്ക് സന്തോഷവും സമാധാനവും തോന്നി. എങ്കിലും അജു കൂടെ കാണുമോ എന്നൊരു ആകാംക്ഷ അവളിൽ നിറഞ്ഞിരുന്നു. ഹൈഷ്, കല്യാണ പെണ്ണെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? വരനെ പറ്റി ഓർത്തിരിക്കുകയാണോ? മീനൂട്ടിയെ ബെഡിലിരുത്തി സൂര്യയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പാറു ചോദിച്ചപ്പോൾ ഒരു വിഷാദം കലർന്ന ചിരിയായിരുന്നു അവളുടെ മറുപടി. എന്താ സൂര്യേച്ചി, എന്തു പറ്റി? ആകെ ഒരു വിഷമം പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ സന്തോഷമില്ലായ്മ കണ്ട പാറു ആവലാതിയോടെ ചോദിച്ചു. ഒന്നുമില്ല പാറു, ഞാൻ ഓരോന്നും ഓർത്തിരിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ മാത്രമേ വന്നുള്ളൂ? വേറെ ആരുമില്ലേ? ചക്കരെ വാ. ചെറുചെരി വിടർത്തിക്കൊണ്ട് ബെഡിൽ അവരെ നോക്കിയിരിക്കുന്ന മീനൂട്ടിയെ എടുത്തുകൊണ്ട് സൂര്യ ചോദിച്ചു. അപ്പോൾ മീനൂട്ടി കയ്യിലുള്ള ചോക്ലേറ്റ് പൊട്ടിച്ചെടുത്ത് സൂര്യയുടെയും പാറുവിൻ്റെയും വായിൽ വെച്ചു കൊടുത്തിരുന്നു. ചിന്നു, നല്ല രസ ആണോടി കുറുമ്പി? സൂര്യ അവളെ കൊഞ്ചിക്കാൻ തുടങ്ങി. അപ്പോൾ മോളും സൂര്യയും ചിരിച്ചു കളിച്ചിരിക്കുന്നത് കണ്ട പാറു കുറച്ചു നേരം അവർക്കൊപ്പം കൂടിയെങ്കിലും വ്യാസിനെ ഓർത്തപ്പോൾ പതിയെ അവിടെ നിന്നും വലിഞ്ഞു. വായിലുള്ള ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ട് പാറു അവളുടെ മുറിക്ക് മുന്നിലൂടെ ആടിപ്പാടി താഴേക്ക് പോകുമ്പോൾ തന്നെ ബലിഷ്ഠമായ 2 കരങ്ങൾ അവളെ പിടിച്ചു വലിച്ച് മുറിയിൽ കയറ്റി ഡോർ അടച്ചിരുന്നു. ഞെട്ടിക്കൊണ്ടവൾ നോക്കിയപ്പോൾ കാണുന്നത് മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി കുറുമ്പോടെ നിൽക്കുന്ന വ്യാസിനെയാണ്. എന്താ മനുഷ്യ കാണിക്കുന്നേ? പേടിച്ചു പോയല്ലോ. ഇടുപ്പിൽ പതിഞ്ഞിരിക്കുന്ന അവൻ്റെ കൈ പിടിച്ചു മാറ്റി കണ്ണ് കൂർപ്പിച്ചു വെച്ച് കൊണ്ടവൾ പറഞ്ഞു. ഓ, നിനക്കിപ്പോൾ മോളെയും വീട്ടുകാരെയും ഒക്കെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടല്ലോ അല്ലേ? പരിഭവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാറുവിന് അവനോട് സ്നേഹത്തിന് പകരം വാത്സല്യമാണ് ഉണ്ടായത്. എന്താ വിച്ചേട്ടാ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പറയുന്നേ? നിങ്ങൾ മീനൂട്ടിയേക്കാൾ കഷ്ടമാണല്ലോ. പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതിൽ എന്തുണ്ടാവാനാ? മോളെ നോക്കാൻ മാത്രമാണല്ലോ ഞാൻ. സങ്കടത്തോടെ പാറു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ വ്യാസ് അവളെ പൊക്കി കട്ടിലിലേക്കിട്ട് അവളുടെ മേലെ കയറി കിടന്നുകൊണ്ട് അവളുടെ അധരം നുകർന്നു തുടങ്ങിയിരുന്നു. പല്ലുകൾ പോലും പരസ്പരം കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കും വിധം അവളെ ഇരു കയ്യാലെയും ചുണ്ടുകളാലെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൻ ചുംബിച്ചുണർത്തി. പാറുവിനെ തിരിച്ചു ചുംബിക്കാൻ പോലും അവൻ സമ്മതിച്ചില്ല. അവൻ്റെ ചുംബന തീവ്രതയിൽ പാറു പിടഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴൊക്കെയും അവളെ വിടാതെ മുറുകെ പിടിച്ചുകൊണ്ടവൻ പല രീതിയിലും അവളെ ചുംബിച്ചു. ഒരു വേള ആ ചുംബനത്തിലൂടെ അവൻ തൻ്റെ ആത്മാവ് പോലും വലിച്ചെടുക്കുകയാണോ എന്ന് പാറുവിന് തോന്നിപ്പോയി. ഒടുവിൽ വന്യവും പ്രണയവും എല്ലാം കലർന്ന ദീർഘചുംബനത്തിന് ശേഷം അവളിൽ നിന്നും വിട്ടുമാറിയപ്പോൾ പാറുവിൻ്റെ മുഖം ഒരു ചുവന്നു തൊടുത്ത ചെമ്പരത്തി പൂ പോലെ ആയിരുന്നു. ശ്രീ
അവനെ നോക്കാനാവാതെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ടായിരുന്നു അവൾ വിളി കേട്ടത്. അത് കണ്ടപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ഒരു കൈയാൽ അവളുടെ മുഖം ഉയർത്തി നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. നിനക്കറിയോ ശ്രീ, പ്രിയയെ അല്ലാതെ വേറെ ആരെയും ഈ ജന്മം അളവറ്റ് സ്നേഹിക്കാനാവില്ലെന്ന് വിശ്വസിച്ച് നടന്നവനായിരുന്നു ഞാൻ. ചെറുമന്ദഹാസത്തോടെ വ്യാസ് പറയുന്നത് ഉയർന്നു വരുന്ന നെഞ്ചിടിപ്പോടെ കേട്ടു നിൽക്കുകയാണ് പാറു. അവൻ വീണ്ടും തുടർന്നു. ആദ്യമായി നിന്നെ കണ്ടപ്പോഴും എൻ്റെ പേരിലുള്ള താലി നിന്റെ മാറിൽ അണിയിച്ചപ്പോഴൊക്കെയും നിനക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ മോളോടുള്ള നിന്റെ സ്നേഹം കണ്ടപ്പോൾ, അച്ഛനോടും അമ്മയോടും ഒക്കെ നീ കാണിക്കുന്ന കുറുമ്പ് കണ്ടപ്പോൾ, ഞാൻ കാരണം നീ വേദനിക്കേണ്ടി വന്നപ്പോൾ, ഒടുക്കം എല്ലാം അറിഞ്ഞിട്ടും സ്വന്തം മോളെ പോലെ നീ എൻ്റെ മീനൂട്ടിയെ അല്ല നമ്മുടെ മോളെ ചേർത്ത് പിടിച്ചപ്പോൾ, അങ്ങനെ ഒക്കെ നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം മാറിക്കൊണ്ടിരുന്നു ശ്രീ. ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി കിടന്നു. പാറു അപ്പോൾ അവൻ്റെ തലയിൽ മൃദുവായി തലോടുന്നുണ്ടെങ്കിലും ഇനി അവൻ എന്താണ് പറയാൻ പോണത് എന്ന ചിന്തയിൽ അവളുടെ ഹൃദയമിടിപ്പ് ഉയരുന്നുണ്ടായിരുന്നു. അതിൻ്റെ മിടിപ്പ് അവളോട് ചേർന്ന് കിടക്കവേ വ്യാസും അറിയുന്നുണ്ടായിരുന്നു. ശ്രീ, ഇതെന്താ ഇങ്ങനെ മിടിക്കുന്നത് പെണ്ണേ? കുറുമ്പോടെ മാറിൽ മുഖം വിട്ടുരച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ അവൻ്റെ തലമുടിയിൽ ശക്തിയായി വിരൽ കോർത്തുപോയി. കാലുകൾ ഞരങ്ങി. പേടിച്ചിട്ടാ വിച്ചേട്ടാ, ബാക്കി നിങ്ങൾ എന്താണ് പറയാൻ പോണത് എന്ന് അറിയില്ലല്ലോ. അന്നാദ്യമായി മനസ്സിലുള്ളത് അങ്ങനെ തന്നെ അവനോട് പറയുമ്പോൾ അവളുടെ മിഴികളിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. അവളുടെ മറുപടി കേട്ടപ്പോൾ വ്യാസിന് വളരെ സന്തോഷമായി. പാറു തന്നെ സ്നേഹിക്കുമോ എന്ന ഒരു ചെറിയ ടെൻഷൻ അവനിലുണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറിക്കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തൻ്റെ മനസ്സിലുള്ളതും അവളോട് തുറന്നു പറയണം എന്നവൻ തീരുമാനിച്ചു. ശ്രീ, പ്രണയമാണ് പെണ്ണെ എനിക്ക് നിന്നോട്. അതെ, വ്യാസ്ദേവിൻ്റെ പ്രാണനിലാണ് നീ എൻ്റെ എനിക്ക് ആരെക്കാളും എന്തിനേക്കാളും ഇപ്പോൾ ഇഷ്ടം ഈ കുറുമ്പി പെണ്ണിനോടാണ്, വിച്ചേട്ടൻ്റെ മാത്രം ശ്രീയോട്. നിറഞ്ഞ കണ്ണുകളോടെ വ്യാസ് മുഖമുയർത്തി അവളെ നോക്കി പറഞ്ഞപ്പോഴേക്കും പാറുവിൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശ്വര, ഞാൻ എത്ര കേൾക്കാൻ കൊതിച്ച വാക്കുകളാണെന്നോ. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് വിച്ചേട്ടനെ. കരഞ്ഞു പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ മുഖമാകെ ഭ്രാന്തമായി ചുംബിച്ചു കൊണ്ടിരുന്നു. നഷ്ടപ്പെട്ടുപോയ കളിപ്പാട്ടം തിരികെ കിട്ടിയ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സന്തോഷമായിരുന്നു പാറുവിൽ അപ്പോൾ. അവൻ്റെ മുഖം മുഴുവനും മതിവരാതെ ചുംബിച്ച ശേഷം അവൾ അവൻ്റെ മുഖത്തെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു കിടന്നു. ഒന്നും പറയാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല രണ്ടു പേർക്കും. കാരണം അത്രത്തോളം സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇരുവരുടെയും മനസ്സ്. മൗനം വാചാലമായ നിമിഷം.